ഹലോ, അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. മീൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് ചെമ്മീൻ. അപ്പോൾ നമ്മളിന്ന് ചെമ്മീൻ കൊണ്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ആക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞും ചതച്ചും ഒക്കെ വെക്കണം. ഞാനിന്നിപ്പോൾ 400 ഗ്രാം ചെമ്മീൻ കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. 3 വലിയ സവാള, അതേപോലെ തന്നെ 2 വലിയ തക്കാളി, ഒരു ഉണ്ട ഫുള്ള് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ 3-4 പച്ചമുളക്, പിന്നെ ഇതിൻ്റെ ചോറ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബേ ലീഫ്, ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് വേണ്ടത്. അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച സവാള അല്ലാതെ ഒരു സവാള അരിഞ്ഞിട്ട് ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ അവസാനമായിട്ട് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി നമ്മുടെ ഇവിടെയൊക്കെ ബിരിയാണിയിലേക്ക് ഇങ്ങനെ പൊരിച്ച് കോരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പില ഒക്കെ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. 400 ഗ്രാം ചെമ്മീനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും ഇത് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി സമയമുണ്ട് എങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് വെച്ചാലും കുഴപ്പമില്ല. അപ്പോഴാണ് ഇതിലേക്ക് നന്നായിട്ട് ഈ മസാല ഒന്ന് ഇതിലേക്ക് പിടിക്കുക. ഇതിൽ വേറെ മസാല ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന പോലെ അധികം ആർഭാടമൊന്നും ഇല്ലാതെയാണ് നമ്മൾ ബിരിയാണിയിലേക്ക് ഇത് പൊരിച്ചെടുക്കുന്നത്. അത് മാത്രമല്ല, നന്നായിട്ട് പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അരമണിക്കൂറിന് ശേഷം നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെമ്മീനൊക്കെ പൊരിച്ചെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ എടുക്കാം. മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമ്മൾ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള രീതിയിൽ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ചെമ്മീൻ വറുത്താൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള 3 സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക്, ഇതിൻ്റെ പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള 2 തക്കാളി കൂടി ചേർത്തിട്ട് തക്കാളി ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നവരേക്കും ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയം. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗവിലെ തീ പെട്ടെന്ന് കുറച്ച് വെക്കണം. സിമ്മിലിട്ടാലാണ് നല്ലത്, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള മസാലകൾ 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം പൊടിച്ചത്, 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവയാണ്. ഇതിലേക്ക് നമ്മൾ മസാലയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന നിർബന്ധമുള്ള ആൾക്കാർ വേണമെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. നമ്മളിവിടെ ചേർക്കാറില്ല. അതിനുശേഷം ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാല എല്ലാം കൂടി ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കണം. അടച്ച് എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കണം. അടച്ച് വെച്ച് ഇതൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തതൊക്കെ കറക്റ്റായിരുന്നു. ഇനി മസാല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചോറ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ 2.5 കപ്പ് അരി കൊണ്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്.
നമ്മൾ ഏത് പാത്രത്തിലാണോ അരി ഇളക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ 1.5 വെള്ളം വെക്കേണ്ടത്. ഞാനിപ്പോൾ 2.5 കപ്പ് അരി എടുത്തത് കൊണ്ട് 3.25 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബേ ലീഫ്, ബിരിയാണി ഇല എന്ന് പറയും നമ്മളിവിടെ, അതും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസും, അതേപോലെ തന്നെ അരി നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരിയും, അതിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും, അതേപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം ആർക്കേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് ഇത് പറയാത്തത് കാരണം എല്ലാവർക്കും അറിയാം നെയ്ച്ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വെറും നെയ്യിൽ തന്നെ തയ്യാറാക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണ ചേർക്കാറുണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചോറൊന്ന് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ ചോറും മസാലയും കൂടി ലെയർ ആക്കിയിട്ട് നമ്മൾ സാധാരണ ബിരിയാണി സെറ്റാക്കുന്ന പോലെ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ബിരിയാണി പോട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മസാല നിരത്തുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ചോറിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പിലയുടെ മിശ്രിതമുണ്ടല്ലോ, അതുകൂടി വിതറി കൊടുക്കുക. അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി വിതറുക. ഈ ഒരു പ്രോസസ്സ് ഈ മസാല ഒക്കെ തീരുന്നവരെയും നമുക്ക് ചെയ്യാം. എന്നിട്ട് ഏറ്റവും അവസാനത്തെ ലെയറിൽ നമുക്ക് ചോറും ഈ ഒരു നമ്മുടെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതിൻ്റെയൊക്കെ മിസ്സാണ് ഉണ്ടാവേണ്ടത്. അതിനുശേഷം നമുക്കിതൊരു സ്റ്റൗവിലേക്ക് സിമ്മിൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അതിനുശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ നേരത്തേക്ക് വെച്ചതിന് ശേഷം വേണം നമുക്കിത് സെർവ് ചെയ്യാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിന്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതുവരെയായിട്ടും ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കാത്തവർ, ചെമ്മീൻ ബിരിയാണി ഇതൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവും, ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ കടൽ വിഭവങ്ങളൊക്കെ പ്രിയമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ബിരിയാണി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ബീറ്റ്റൂട്ട് ചമ്മന്തിയാണ്. അതിൻ്റെ ഒപ്പം ഒരു മുട്ട പുഴുങ്ങിയത്, അതുപോലെ തന്നെ ഒരു പപ്പടം, ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ബിരിയാണി ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കട്ടൻ ചായയും കൂടി ആകുമ്പോൾ കുശാലായി. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരേക്കും അസ്സലാമു അലൈക്കും.